കാണാൻ വളരെ മനോഹരമായിട്ടുള്ളൊരു പ്രഭാതമാണ്. ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. എല്ലാ സ്ഥലത്തും സ്നോവും നല്ല ഭംഗിയായിട്ട് എന്താ പറയുക, ഇറ്റ്സ് എ വെരി ഗുഡ് മോർണിംഗ് ടു സീ ഐ ഷുഡ് സേ. പക്ഷേ നമ്മൾ എന്താ പറയുക, ഒരു ഹാൻഡിൽ ചെയ്യാൻ അത്ര എളുപ്പമായിട്ടുള്ളൊരു മോർണിംഗ് അല്ല, അല്ലെങ്കിൽ എളുപ്പമായിട്ടുള്ള മോർണിംഗ്സ് അല്ല വിൻ്റർ മോർണിംഗ്സ്. പ്രത്യേകിച്ച് നമുക്ക് ഈ സ്നോ എല്ലാം ക്ലിയർ ചെയ്യേണ്ടതായിട്ടൊക്കെ ഉള്ളപ്പോൾ. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം, എല്ലാവർക്കും എൻ്റെ നോയ്സ് പ്ലേസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അന്നയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടും സേഫായിട്ടും ഹെൽത്തി ആയിട്ടും ഹാപ്പി ആയിട്ടും ഞാൻ പറഞ്ഞ പോലെ ഇരിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വിൻ്റർ സമയത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗായിട്ടാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ രാവിലെ ഈ വിൻ്റർ മോർണിംഗ്സ് കാണാൻ ഭംഗിയൊക്കെ തന്നെയാണെന്നുണ്ടെങ്കിലും ഹാൻഡിൽ ചെയ്യാൻ അത്ര എളുപ്പമല്ല. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഈ കാണുന്നത്. ഞങ്ങളുടെ കാറ് കണ്ടോ, അത് മഞ്ഞിൽ പുതച്ച് കിടക്കുകയാണ്. സോ നമ്മൾ പുറത്ത് പോകുന്നതിന് മുമ്പ് വി ഹാവ് ടു ക്ലിയർ ഇറ്റ്. അപ്പോൾ ഇത് ക്ലിയർ ചെയ്യണം. ഇത് മാത്രമല്ല, ഡ്രൈവേ ക്ലിയർ ചെയ്യണം. സോ അതെല്ലാം കുറച്ച് എന്താ പറയുക അധികം എഫേർട്ടുള്ള പണികൾ തന്നെയാണ്. ഇതെല്ലാം ചെയ്ത് കാറെല്ലാം ചൂടാക്കിയ ശേഷമാണ് നമുക്കൊന്ന് പുറത്ത് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതാ പറയുന്നത്, വിൻ്റർ അകത്ത് നിന്ന് ജനലിലൂടെ ആസ്വദിക്കാനൊക്കെ നല്ല രസമാണ്. പക്ഷേ വിൻ്ററിൽ ഈ മഞ്ഞത്ത് പണിയെടുക്കാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി. അപ്പോൾ എന്തായാലും നമുക്ക് കാറ് ഒന്ന് വൃത്തിയാക്കിക്കൊണ്ട് നമ്മുടെ ഈ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഇവിടെ തുടങ്ങാം. അപ്പോൾ ആരും അവരുടെ പെറ്റിനെയും കൊണ്ട്, അവരുടെ ഡോഗിനെയും കൊണ്ട് ഒരു വാക്കിന് ഇറങ്ങിയിട്ടുണ്ട്. സോ അതും ഇവിടെ കോമൺ ആണ്. ഇവിടുത്തെ ആൾക്കാർ ഈ സമയത്തായാലും പുറത്ത് പോകുന്നവരുണ്ട്. ഇവിടുത്തെ ഈ ഒരു ക്ലൈമറ്റിനോടെല്ലാം അല്ലെങ്കിൽ ഈ ഒരു വെതറിനോടെല്ലാം യൂസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെല്ലാവരും ഇങ്ങനെ പുറത്തിറങ്ങുന്നതും യൂഷ്വലാണ്. പക്ഷേ ഞാൻ പറയട്ടെ, ഇവിടെ കൊറോണ എല്ലാം തുടങ്ങിയ ശേഷം ഇപ്പോൾ ഒരു 1 year ആയിട്ടുണ്ടാവും ഞാനൊന്ന് മര്യാദയ്ക്ക് പുറത്തിറങ്ങിയിട്ട്. മോസ്റ്റ് ഓഫ് ദി ടൈംസ്, അല്ലെങ്കിൽ വിരലിലുണ്ടാവുന്ന അത്രയും തവണകൾ മാത്രമേ ഞാൻ പുറത്ത് പോയിട്ടുള്ളൂ. ഇപ്പോൾ നേരത്തെ കണ്ടായിരുന്നില്ലേ, കാറ്റടിക്കുന്ന കണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു ടൈമിൽ, ഈ വിൻ്റർ ടൈമിൽ ഈ കാറ്റും കൂടെ അടിക്കാൻ നേരത്തെ ദൈവമേ, നമുക്ക് ആ തണുപ്പുണ്ടല്ലോ, നമുക്ക് ഒട്ടും സഹിക്കാൻ പറ്റില്ല. ഭയങ്കര തണുപ്പ് വരും അങ്ങനെ കാറ്റടിക്കാൻ നേരത്തെ കേട്ടോ. അപ്പോൾ ഇവിടെ അപ്പോൾ ഇങ്ങനെ ഉള്ളിൽ തന്നെ താമസിക്കുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്നറിയാമോ, അതായത് ഇങ്ങനെ അധികം പുറത്തിറങ്ങാത്ത, പ്രത്യേകിച്ച് വിൻ്റർ ടൈമിലൊന്നും അങ്ങനെ ആൾക്കാർ പുറത്തിറങ്ങുകയോ അല്ലെങ്കിൽ സൺലൈറ്റ് കിട്ടുകയോ ഒന്നും ചെയ്യില്ലല്ലോ. അപ്പോൾ ഒരു വലിയൊരു പ്രശ്നം ഇവിടുത്തെ ആൾക്കാർ ഫേസ് ചെയ്യുന്നത് വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസിയാണ്. അപ്പോൾ വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ്സ് എല്ലാം എടുക്കുന്നത് വളരെ കോമൺ ആണ് ഇവിടെ. എന്തോരം കഷ്ടപ്പെട്ടാലോ ഒന്ന് ഈ സമയത്തൊന്നും പുറത്തിറങ്ങാൻ പറ്റുക. പ്രത്യേകിച്ച് രാവിലെ ജോലിക്ക് പോകുന്നവരൊക്കെ 8 മണിക്ക് പോകുന്ന ആൾക്കാരായിരുന്നെങ്കിലുണ്ടല്ലോ, സാധാരണ സമയങ്ങളിലൊക്കെ ദാറ്റ്സ് ഫൈൻ. ഒരു എന്താ പറയുക 7:50-55 ഇറങ്ങിയാലും കുഴപ്പമില്ല. പക്ഷേ വിൻ്റർ സമയത്ത് അങ്ങനെയല്ല. നമ്മൾ നേരത്തെ കൂട്ടി ഇറങ്ങണം. അല്ലെങ്കിൽ കാരണം ഈ സ്നോ ക്ലിയറൻസും അതുപോലെ തന്നെ എന്താ പറയുക വണ്ടി ചൂടാക്കലും എല്ലാം കഴിഞ്ഞിറങ്ങുമ്പോൾ ഒരു നല്ല ടൈം തന്നെ ആക്കും. അപ്പോൾ ഇത് എൻ്റെ ഹസ്ബൻഡ് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. സോ ഇറ്റ്സ് കൈൻഡ് ഓഫ് ഡൺ. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങളൊരു സ്ഥലം വരെ പോവുകയാണ്. അപ്പോൾ അതിന് വണ്ടിയിലെല്ലാം കയറി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. വി ആർ അബൌട്ട് ടു ലീവ്. അപ്പോൾ എന്തായാലും ട്രാവൽ ചെയ്യില്ലേ. അപ്പോൾ ഞാൻ ഈ ഒരു കാര്യം കൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം. ഇഫ് സമ്മൺ ഈസ് ആസ്കിങ്, അന്ന ശരിക്കും ഇവിടെ കാനഡയിൽ വന്നിട്ട് ഹാപ്പിയാണോ, ഓർ എനിക്ക് കാനഡ ഇഷ്ടമാണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ആദ്യം പറയട്ടെ, കാനഡയിലേക്ക് വരണം എന്ന് ഞാൻ ഒത്തിരി ആഗ്രഹിച്ച് വന്ന ഒരാളൊന്നുമല്ല ഞാൻ. എനിക്ക് ശരിക്കും കാനഡയിലേക്ക് വരണം എന്നൊരു ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എൻ്റെ ഹസ്ബൻഡിന് ഒത്തിരി ആഗ്രഹമായിരുന്നു ഈ ഒരു കൺട്രിയിലേക്ക് വരണം എന്നുള്ളത്. എനിക്ക് പുറത്ത് പോകണം എന്നുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഒരു പ്രിഫറൻസ് അല്ലെങ്കിൽ എൻ്റെ ഒരു ചോയ്സ് GCC ദുബായ് ആയിരുന്നു. കാരണം എനിക്ക് വന്ന് പോകാം, ദുബായിൽ നിന്ന് വീട്ടിലേക്ക് വന്ന് പോകാം. കാരണം ഒത്തിരി നാൾ വീട്ടിൽ നിന്ന് വിട്ട് നിൽക്കുന്ന കാര്യം എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ലായിരുന്നു. പക്ഷേ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണമെന്നും ഉണ്ടായിരുന്നു. ഞങ്ങളുടെ പാരൻസിന്, ഞങ്ങളുടെ 2 സൈഡിലെ പാരൻസിനും ഇതുപോലെ തന്നെ ഞങ്ങൾ പുറത്ത് പോകുന്ന കാര്യത്തിൽ ഒട്ടും തന്നെ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഞങ്ങളുടെ മാത്രം തീരുമാനത്തിൻ്റെ പുറത്താണ് ഞങ്ങൾ പുറത്തേക്ക് വന്നത്. ഞങ്ങൾ ചിന്തിച്ചിട്ടുണ്ടായിരുന്നത് ഞങ്ങളുടെ പാരൻസ് ഹാർഡ് വർക്ക് ചെയ്തു, എന്തെങ്കിലുമൊക്കെ അവർ ലൈഫിൽ ചെയ്തു, ഞങ്ങൾക്കും അതുപോലെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്യണം എന്ന് വിചാരിച്ചാണ് ഞങ്ങളിങ്ങനെ പുറത്തേക്ക് പോകണമെന്ന് ആഗ്രഹിച്ചത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കാണുന്നത്
നോയിനെ ഞങ്ങളൊരു പാർക്കിംഗ് ലോട്ടിലാണ്. അപ്പോൾ നോയ് വോമിറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ അവളുടെ ബാഗ്സ് ഞാൻ എക്സ്ട്രാ ജാക്കറ്റ് എടുത്തില്ല, ദാറ്റ് വാസ് മൈ മിസ്റ്റേക്ക്. പക്ഷേ ഡ്രസ്സെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ ഫ്രണ്ടിലിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ ജാക്കറ്റാണ് ഇപ്പോൾ അവൾ ഇട്ടിട്ടുള്ളത്. ആൻഡ് വി ആർ വെയിറ്റിംഗ് ഹിയർ ഇൻ ദി പാർക്കിംഗ് ലോട്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത്, സോ മൈ ചോയ്സ് വാസ് ഓൾവേസ് ദുബായ് അല്ലെങ്കിൽ ഏതെങ്കിലും GCC കൺട്രി. പക്ഷേ എൻ്റെ തമ്പുരാൻ എന്നെ കൊണ്ടുവന്നത് ഇവിടെ കാനഡയിലേക്കാണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഞാൻ ഹാപ്പിയാണോ? ഞാൻ പറയട്ടെ, ഞാൻ ഇതിന് മുന്നും എൻ്റെ വ്ളോഗിലെല്ലാം പറഞ്ഞിട്ടുണ്ട്, നമ്മളിങ്ങനെ ഒരു പുതിയൊരു കൺട്രിയിലേക്ക് ന്യൂ എമിഗ്രൻ്റ് ആയിട്ട് പോകാൻ നേരത്ത് നമ്മൾ ശരിക്കും പറിച്ചു നടുകയാണ് ചെയ്യുന്നത് ഫ്രം ആ കംഫർട്ട് സോൺ. അപ്പോൾ അങ്ങനെ വരാൻ നേരത്ത് ഏതൊരു ചെടിയും നമ്മൾ പറിച്ചു നടാൻ നേരത്ത് അതിനൊരു ജസ്റ്റ് ഒന്ന് വേര് പിടിക്കുന്ന വരെയുള്ള ഒരു ടൈം ഉണ്ടാവുമല്ലോ, ഒരു സ്ട്രഗിൾ ഉണ്ടാവുമല്ലോ. അത് ഇവിടെ വരുന്ന ഓൾമോസ്റ്റ് എല്ലാ ന്യൂ എമിഗ്രൻസിനും ഉണ്ടാകും. ഇറ്റ് ഈസ് വെരി നോർമൽ, സർവ്വസാധാരണമാണ് വേര് പിടിക്കുന്നത് വരെ. പിന്നെ ഞങ്ങൾക്ക് കാനഡയിൽ നിന്ന് ഇതുവരെ മനസ്സിലായിട്ടുള്ളത്, ഫസ്റ്റ് ഇയേഴ്സ് ഉറപ്പായിട്ടും തീർച്ചയായിട്ടും സ്ട്രഗിൾസ് എല്ലാം ഉണ്ടാകും. അത് കഴിഞ്ഞിട്ട് വൺസ് ഇഫ് യു ആർ റെഡി ടു വർക്ക് ഹാർഡ് ഇൻ ദിസ് കൺട്രി, വെറുതെ ഇരുന്നാൽ നമുക്ക് പൈസ കൊണ്ടു തരുന്ന ഒരു രാജ്യമല്ല കാനഡ. യു ഷുഡ് ഹാവ് എ മൈൻഡ് ടു വർക്ക് ഹാർഡ്. എസ്പെഷ്യലി ഫസ്റ്റ് കുറച്ച് ഇയേഴ്സ് ശരിക്കും നല്ലോണം വർക്ക് ചെയ്യണം. അപ്പോൾ അതിൻ്റെ റിസൾട്ട് എന്തായാലും താരതമ്യേന മറ്റ് പല കൺട്രീസിനേക്കാളും ബെറ്ററായിട്ട് തരുന്നൊരു രാജ്യം തന്നെയാണ് കാനഡ. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ലൈബ്രറിയിൽ എത്തിയിരിക്കുകയാണ്. എനിക്കൊരു ബുക്ക് പിക്കപ്പ് ഉണ്ട്. ഇപ്പോൾ കോവിഡെല്ലാം ആയതുകൊണ്ട് നമുക്കുള്ളിൽ പോകാൻ പറ്റില്ല, ഓൺലൈൻ ഓർഡർ ചെയ്യാൻ പറ്റും. അതിനുശേഷം പുറത്ത് വരാൻ നേരത്ത് വി ക്യാൻ ടെക്സ്റ്റ് ഓർ കോൾ ഇൻ ദിസ് നമ്പർ. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് നെയിമും കൊടുക്കുക. അപ്പോൾ അവർ ബുക്കുമായിട്ട് നമുക്ക് ഇവിടെ കൊണ്ടുപോയി തിരിച്ചു തരും. ദാറ്റ്സ് ഹൗ തിങ്സ് വർക്ക് ഇൻ ദ ലൈബ്രറി ഹിയർ. സോ ഐ എം വെയിറ്റിംഗ് ഫോർ മൈ ബുക്ക്. അപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ന്യൂ ഇമിഗ്രൻസിനോടും, പ്രത്യേകിച്ച് ഇമോഷണൽ അല്ലെങ്കിൽ മെൻ്റലി ചലഞ്ചസ് ഫേസ് ചെയ്യുന്ന എല്ലാ ന്യൂ ഇമിഗ്രൻസിനോടും എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, അലാ വൈകുണ്ഠപുരംലു എന്ന് പറഞ്ഞ മൂവിയിലൊരു ഡയലോഗാണ്. അതിൽ ഹീറോയിൻ പറയുന്നുണ്ട് ഇടയ്ക്ക് വെച്ച്, നമ്മുടെ തലയിലെ ഭാരം കൂടും തോറും നമ്മൾ താഴേക്ക് നോക്കുന്നത് ലിമിറ്റ് ചെയ്യും, നമ്മൾ കുറയ്ക്കും. ആൻഡ് ദ മോർ യു ലുക്ക് അപ്പ്, നമ്മൾ മുകളിലേക്ക് നോക്കുന്നത് കൂടുന്തോറും നമ്മുടെ സക്സസ് റേറ്റും കൂടും. നിങ്ങളിങ്ങനെ ചലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് വരാൻ നേരത്ത് നിങ്ങളുടെ തലയിലെ ഭാരത്തിലേക്ക് നോക്കുക. ഭാരം ക്യാൻ ബി യുവർ ഗോൾസ് ആൻഡ് അക്കംപ്ലിഷ്മെൻറ്റ്സ്. നിങ്ങൾ ഈ രാജ്യത്തിലേക്ക് എന്ത് ചെയ്യണം അല്ലെങ്കിൽ എന്ത് സാധിക്കണം എന്ന് പറഞ്ഞിട്ടാണോ കയറി വന്നത്, ആ സമയത്ത് നിങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ഗോൾസും അക്കംപ്ലിഷ്മെൻറ്റ്സും എല്ലാം ആക്കി വയ്ക്കുക. അത് നേടിയെടുക്കുന്നത് വരെ എന്ത് സംഭവിച്ചാലും യു വിൽ വർക്ക് ഹാർഡ് എന്നുള്ളൊരു രീതിയിൽ മുന്നോട്ട് പോകുക. യു മൈറ്റ് ഫീൽ ബെറ്റർ. അപ്പോൾ നിങ്ങൾ നേരത്തെ കണ്ടത് ഞാൻ ബാങ്കിലെല്ലാം പോയായിരുന്നു. അപ്പോൾ അതിനിടയ്ക്ക് നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ബാങ്ക് ആയിരുന്നു. ബാങ്കിൽ പോയിട്ട് വരുന്നതാണ് കേട്ടോ. സോ ഐ ഹോപ്പ് എവറിബഡി ഫീൽസ് ബെറ്റർ. അപ്പോൾ നമ്മൾ വീടെത്തി ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ വളരെ ലളിതമായിട്ടുള്ള ഒരു ഭക്ഷണമാണ്, കഞ്ഞിയുണ്ട്, പയറിൻ്റെ പുഴുക്കുണ്ട്, പിന്നെ ഇതൊരു പാവയ്ക്ക പാൽക്കറിയാണ്, പിന്നെ എന്താ ഉണ്ടായിരുന്നത്, പിന്നെ നല്ല കട്ടത്തൈര് വെച്ചുണ്ടാക്കിയിട്ടുള്ള നല്ല സാലഡ് ഉണ്ടായിരുന്നു. നല്ല കോമ്പിനേഷനാണ് ഇതും. കറികളെല്ലാം ഓൾറെഡി ഫ്രിഡ്ജിലുണ്ടായിരുന്നു, ജസ്റ്റ് മൈക്രോവേവ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ കറികളൊക്കെ. കഞ്ഞി മാത്രമാണ് ഉണ്ടാക്കേണ്ട വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. നല്ലൊരു ഭക്ഷണം തന്നെയായിരുന്നു. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഇത്തിരി ആർഭാടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ കഴിക്കണമെന്ന് അറിയാമോ, ഐസ്ക്രീമും ഈ ഒരു അസംബിൾ ചെയ്ത് വെച്ചിരിക്കുന്ന ആരാന്നറിയാമോ, എൻ്റെ ഹസ്ബൻഡാണ് കേട്ടോ. ഭയങ്കര കലാകാരനാണ്. ജീരകമിട്ടായിട്ട് ഐസ്ക്രീം അസംബിൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആൻഡ് കുക്കീസ് എല്ലാം വെച്ചിട്ട് എൻ്റെ ബൈബിളും എൻ്റെ കാലണ്ടറും എല്ലാം. അപ്പോൾ ഇതാ എൻ്റെ പ്ലാനേഴ്സും കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ എൻ്റെ 2020യും 2019ും പ്ലാനേഴ്സ് കാണിച്ചു തരാം. എന്തെന്നറിയാമോ, ഈ 2 വർഷവും 2019ും 2020യും പ്ലാനേഴ്സ് ഓൾമോസ്റ്റ് സെയിം തന്നെയായിരുന്നു, എക്സെപ്റ്റ് ഫോർ ദി ഫ്രണ്ട് പേജ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 2021 പ്ലാനർ എനിക്ക് ഇത്തിരി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പ്ലാനർ വേണമെന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ആമസോണിൽ നിന്ന് എൻ്റെ ഈ പുതിയ പ്ലാനർ ഞാൻ വാങ്ങിച്ചത്. പക്ഷെ എന്താണെന്നറിയാമോ, ഈ പ്ലാനറിൻ്റെ ഫ്രണ്ട് പേജ് നല്ല ഭംഗിയുണ്ട് കാണാൻ, കവർ രസമുണ്ടെങ്കിൽ പോലും ഉള്ളിൽ ചുമ്മാ എന്താ പറയുക, എന്തോ പ്രിൻ്റ് ഔട്ട് ചെയ്ത് ഒരുമിച്ച് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ കോപ്പി എല്ലാം എടുത്ത് ബൈൻഡ് ചെയ്തൊരു ഫീലാണ് എനിക്ക് കിട്ടിയത്. അതുകൊണ്ട് തന്നെ ഐ എം നോട്ട് വെരി സാറ്റിസ്ഫൈഡ് വിത്ത് ഈ ന്യൂ പ്ലാനർ. പക്ഷെ എൻ്റെ പഴയ പ്ലാനേഴ്സ് ഓൾമോസ്റ്റ് സെയിം തന്നെ ആയിക്കൊണ്ട് അതിൻ്റെ ഉള്ളിലെ പേജസ് ഞാൻ കാണിച്ചു തരാം. ദേ കണ്ടോ, ഇത് 2020യും ഇത് 2021 ഓൾമോസ്റ്റ് സെയിം തന്നെയല്ലേ, ഓൾമോസ്റ്റ് അല്ല എക്സാക്ട്ലി സെയിം അല്ലേ. അപ്പോൾ എനിക്കൊരു ചേഞ്ച് വേണമായിരുന്നു. ദാറ്റ്സ് ഹൗ ഐ എൻഡഡ് അപ്പ് വിത്ത് ദിസ് പ്ലാനർ. അപ്പോൾ എനിക്ക് പ്ലാനിങ്ങും ഓർഗനൈസിങ്ങും ഒക്കെ ഒത്തിരി ഇഷ്ടമാണ്. ഇത് ഞാൻ യൂട്യൂബർ ആയതുകൊണ്ടല്ല, എൻ്റെ ലൈഫിൻ്റെ ഒരു വലിയൊരു ഭാഗം തന്നെയാണ്. ലൈക്ക് സിൻസ് മൈ ചൈൽഡ്ഹുഡ് അതിൻ്റെ ഒരു ബിഗ് റീസൺ എൻ്റെ ഫാദറാണ്. അങ്ങനെയാണ് എനിക്ക് ഈ ലിസ്റ്റ് എഴുതുന്നതും പ്ലാനിങ്ങും എല്ലാം എനിക്ക് വന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ നമ്മുടെ ഡിന്നർ കഴിക്കുകയാണ്.
ഐ ആം വെരി ഹാപ്പി ബിക്കോസ് പുറത്തുനിന്നാണ്, ഞാൻ കുക്ക് ചെയ്യുന്നില്ല. എല്ലാ ദിവസവും കുക്ക് ചെയ്യുമ്പോൾ എന്തെന്നറിയാമോ, ശരിക്കും പറഞ്ഞാൽ ഞാൻ വേറെ ആരെങ്കിലും ഉണ്ടാക്കി തരുന്നത്, ഈവൻ കഞ്ഞി ആയാലും ചമ്മന്തി ആയാലും കഴിക്കാൻ ഭയങ്കര ഒരു ആഗ്രഹം തോന്നും. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് എൻ്റെ ഹസ്ബൻഡ് KFC ഡിന്നറാണ് വാങ്ങിച്ചത്. പക്ഷെ എൻ്റെ ഫേവറേറ്റ് KFC അല്ല, എനിക്ക് പോപ്പോയ്സ് ആണ്. പക്ഷേ ആൾക്കിഷ്ടം KFC ആണ്. അപ്പം അങ്ങനെ ഒരു നല്ലൊരു ഡിന്നറാണ് തമ്പുരാൻ ഞങ്ങൾക്ക് ഈ ഒരു ദിവസം തന്നത്. അപ്പം എൻ്റെ വീഡിയോ ഇവിടെ തീരുകയാണ്. അതിന് മുമ്പ് ഞാൻ പറയട്ടെ, ഇഫ് യു ഗൈസ് ലൈക്ക് മൈ വീഡിയോ, തീർച്ചയായിട്ടും ലൈക്സിലൂടെ കമൻസിലൂടെ അറിയിക്കുക. സാധിക്കുമെങ്കിൽ എൻ്റെ വീഡിയോസ് ഷെയറും ചെയ്യുക. ദാറ്റ് വിൽ റിയലി ഹെൽപ്പ് മീ ഗ്രോ. അപ്പോൾ വീണ്ടും കാണുന്നത് വരെ പീസ് ബി വിത്ത് യു. സേഫായിട്ടിരിക്കുക. അപ്പോൾ ബൈ. അന്ന.